നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ള നമ്മുടെ സ്ഥിരം അതിഥിയാണ് കാനഡയിൽ നിന്ന് ബിനോജ് നായർ. അദ്ദേഹം നമ്മോടൊപ്പം അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലെ പുതിയൊരു വഴിമാറ്റത്തെ കുറിച്ച്, ഒരു മുന്നറിയിപ്പിനെ കുറിച്ച് ഭാരതം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ചൊരു ഒരു സൂചന നൽകും. ശ്രീ ബിനോജ് നായർ, സ്വാഗതം. നന്ദി. ശരിക്കും നമ്മുടെ അഖിലേഷ് യാദവ് അല്ലെ, യു പി, അവിടെയൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ നമ്മുടെ മുസ്ലിം ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അല്ലേ, ഇലക്ഷൻ അടുക്കുമ്പോൾ. എന്തൊക്കെയാണ് പുതിയ സംഭവവാസങ്ങൾ അവിടുത്തെ? അല്ല, അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വലിയൊരു ഇൻസെക്യൂരിറ്റി ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുരസമാണ്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അഖിലേഷ് യാദവ് ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിച്ചില്ലെങ്കിൽ യു പിയിലെ മുസ്ലിമുകളൊന്നും എസ് പിക്ക് വോട്ട് ചെയ്യില്ല, സമാജ്വാദി പാർട്ടി വോട്ട് ചെയ്യില്ലെന്ന് ഭീഷണിയാണ്, പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേരിന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. അദ്ദേഹം പറയുന്നുണ്ട് ആ ന്യൂസിനകത്ത് തന്നെ, ഈ ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് മുസ്ലിമുകൾ എസ് പിക്ക്, സമാജ്വാദി പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നവരാണ്. ഇത്രയും കാലം ഞങ്ങളെ നിങ്ങൾ പറ്റിച്ചു, ഇനിയും ഞങ്ങളെ ഒരു വോട്ട് ബാങ്കായി കരുതാമെന്ന് കരുതണ്ട. നിങ്ങൾ സമാജ്വാദി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മതി. അഖിലേഷ് യാദവിനെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കാതെ സമാജ്വാദി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു മുസ്ലിമിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിമുകളുടെ വോട്ട് പ്രതീക്ഷിക്കുകയേ വേണ്ട, ഞങ്ങൾ മറ്റ് രാഷ്ട്രീയ വഴികൾ നോക്കും. അങ്ങനെയല്ല, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ കാണേണ്ട കാര്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻസെക്യൂരിറ്റി. ഈ ഉത്തർപ്രദേശിലെ മുസ്ലിമുകൾ എല്ലാവരും പോയി സമാജ്വാദി പാർട്ടി വോട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതെല്ലാം തീർന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടി ഇപ്പോഴത്തെ സ്ഥിതി എന്താ? സമാജ്വാദി പാർട്ടിയുടെ ഈ പറയുന്ന അഖിലേഷ് യാദവിനൊപ്പം എത്ര പേരുണ്ട്? സമാജ്വാദി പാർട്ടി ഇപ്പോൾ പിളരും എന്നുള്ള ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുക അല്ലേ? കാരണം അതിനകത്ത് തന്നെ ഇതെല്ലാം കുടുംബവാഴ്ചയാണെന്നേ. ഇതിപ്പോൾ നിങ്ങൾ ഈ ഇന്ത്യ മുന്നണിയിൽ ഏതും നോക്കിക്കോളൂ, കുടുംബവാഴ്ച അല്ലാത്ത ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാം എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കണം, ഇതാണ് ഇവരുടെ രാഷ്ട്രീയ മതേതര ജനാധിപത്യ വർഗ ബഹുജന പുരോഗമന ഐഡിയോളജി എന്ന് പറയുന്നത്. ഞാനും എൻ്റെ മക്കളും, ഇതാണ്. ഏത് പാർട്ടിയും നോക്കിക്കോളൂ, തൃണമൂൽ കോൺഗ്രസ് വരെ. കാരണം അവർക്ക് ഈ മുസ്ലിം നേതാവ് പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ മുലായം സിംഗ് യാദവ് ഇങ്ങനെ അല്ലായിരുന്നു, നിങ്ങൾ ഇങ്ങനെയാണ്. അദ്ദേഹം വളരെ ഉദാര മനസ്കനായിരുന്നു, ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തരുമായിരുന്നു, താങ്കൾ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ അവിടുത്തെ പൊളിറ്റിക്സ് എനിക്കങ്ങ് പിടികിട്ടുന്നില്ല. ഒരു ഭാഗത്ത് നമ്മുടെ യോഗി ആദിത്യനാഥാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഇവിടെ ഇവർ പറയുന്നു അഖിലേഷ് യാദവിനെ പിന്തുണയ്ക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന്. ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരണമെന്ന്, ഒരു മുസ്ലിം അഖിലേഷ് യാദവിന്റെ പാർട്ടിയിൽ നിന്ന് വരണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അവരെല്ലാ തരത്തിലും അവരിങ്ങനെ പകച്ചു നിൽക്കുകയാണോ ആ വിഭാഗം? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മുലായം സിംഗ് യാദവ് എടുത്തതുപോലെയുള്ള നിലപാടുകൾ അഖിലേഷ് യാദവിന് എടുക്കാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം മുലായം സിംഗ് യാദവിന്റെ കാലത്തെ ഹിന്ദു അല്ല ഇന്ന് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ കാലത്തെ ഹിന്ദു. മുലായം സിംഗ് യാദവ് 1990-കളുടെ അവർക്കുള്ള സ്നേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80-കളുടെ അവസാനം രഥയാത്ര നടത്തി കർസേവയുടെ ഒക്കെ സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ മുലായം സിംഗ് യാദവ് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് കർസേവകരെ അവിടെ വെടിവെച്ച് കൊന്നു. ഈ അയോധ്യയിൽ കർസേവ നടത്താനായിട്ട് അവർ പള്ളി വിളിക്കാൻ പോയതൊന്നുമല്ല, അവർ കർസേവയ്ക്ക് പോയതാ. കർസേവ എന്ന് വെച്ചാൽ പൂജയാണല്ലോ. ആ പൂജയ്ക്ക് പോയ ആളുകളെ 100 കണക്കിന് കർസേവകനെയാണ് മുലായം സിംഗ് യാദവ് ബാബറി മസ്ജിദിന്റെ അയോധ്യയിൽ ബാബറി മസ്ജിദിന് മുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്, നരസിംഹറാവുവിന്റെ കാലത്ത് അല്ലേ. ആ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ ഇപ്പൊ ഗ്യാൻവാപി പ്രശ്നം ഉണ്ടായി, കോടതി ഇടപെട്ടു. ഗ്യാൻവാപി പ്രശ്നത്തിനകത്ത് നിങ്ങൾ നോക്കൂ, ഈ മുലായം സിംഗ് യാദവ് ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ മൂപ്പരാണല്ലോ, അതിനു മുമ്പ് മൂപ്പരുടെ കസേര പോയി, അതിനുശേഷമാണ് കല്യാൺ സിംഗ് വരുന്നത്. പക്ഷേ അതിനുശേഷം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുലായം സിംഗ് യാദവ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാൻവാപി വച്ചിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കി. ഗ്യാൻവാപി അടിയിൽ ഇപ്പോൾ മോസ്ക് ആയിട്ടുള്ള അതിൻ്റെ അകത്ത് ബേസ്മെന്റിൽ തന്നെ 4 അറകളുണ്ട്. അതിലൊരറ അപ്പോഴും ഹിന്ദുക്കൾക്ക് പൂജയ്ക്കായിട്ട് തുറന്നു കൊടുത്തിരുന്നു. 1993 വരെ മുലായം സിംഗ് യാദവ് അധികാരത്തിൽ വരുന്നവരെ അവിടെ പൂജ നടക്കാറുണ്ട്.
ഈ ഗ്യാൻവാപ്പിയിലെ ഒരറയ്ക്കകത്ത്. ഈ ബാബറി മസ്ജിദ് പൊളിച്ചതിന്റെ ക്ഷീണം തീർക്കാനായിട്ട്, മതേതരത്വം തെളിയിക്കാനായിട്ട് മുലായം സിംഗ് യാദവ് ആദ്യം ചെയ്ത പണി ഈ 4ാമത്തെ അറയോടെ അടച്ചുപൂട്ടി. ആർക്കെന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? അതായത് മുസ്ലിം ഈ നമ്മൾ ഈ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഈ കളിക്കാരെന്താ ചെയ്യുന്നതെന്ന് കണ്ടിട്ടില്ലേ? ബാസ്കറ്റിനകത്ത് ഈ പന്ത് വീഴണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന നേരെ ബാസ്കറ്റിലേക്ക് ഇടുകയല്ലേ ചെയ്യുന്നത്. ആ ബാസ്കറ്റിന്റെ അവിടെ ഒരു ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡിൽ തട്ടും. ആ ബോർഡിൽ കൃത്യസ്ഥാനത്ത് തട്ടിക്കഴിഞ്ഞാൽ പന്ത് നേരെ ബാസ്കറ്റിൽ വീഴും എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെയാണ് ഹിന്ദുവിനെ കൃത്യമായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് വീഴും എന്നുള്ളതാണ് ഇവരുടെ ധാരണ. അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് പണ്ട് മുതലേ ഉണ്ട്. ഹിന്ദുവിനിട്ടൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് വീഴും. അതിനുവേണ്ടിയാണ് മുലായം സിംഗ് യാദവ് ഈ ബേസ്മെന്റിലെ അറ അടച്ചു പൂട്ടിയത്, അല്ലേ? പക്ഷെ ഇപ്പോൾ ഇത്തവണ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഗ്യാൻവാപ്പിയിൽ ഇപ്പോൾ ദാ അറ തുറന്നു കൊടുത്തു, കോടതി തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ അഖിലേഷ് യാദവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം അധികാരമില്ല, ഒന്നാമത്. രണ്ടാമതൊരു സമരം പോലും മൂപ്പര് ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബംഗാളിൽ തന്നെ നോക്കിക്കോളൂ, ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ചു. പണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടാവുന്നതിനേക്കാളൊക്കെ വളരെയധികം കൂടുതൽ വിപരീതമായിട്ട് ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന ഈ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്നവർ, അത് പലതും മുസ്ലിമുകളല്ല പറയുന്നത്, ഈ ഇന്ത്യ മുന്നണിയുടെ ആളുകൾ മുസ്ലിം വോട്ടിന് വേണ്ടി പറയുന്ന വലിയ രീതിയിലുള്ള തീവ്രമായിട്ടുള്ള ഹിന്ദു വിരോധം പറയുന്നിടത്തൊക്കെ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്നു. അത് മുലായം സിംഗ് യാദവിന് പേടിയുണ്ട്. ഇയാൾ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇങ്ങനെ ജനസംഖ്യ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. താങ്കളുടെ സ്ഥിരം വോട്ട് ബാങ്കായ യാദവ് 7% ഉള്ളൂ. മുസ്ലിമുകൾ 22 എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? കേട്ടോ? ശ്രദ്ധയായിരുന്നു. അതായത് നിങ്ങളുടെ സ്വന്തം ആളുകളുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ, അതായത് ഹിന്ദുക്കളുടെ യാദവിന്റെ ആവശ്യമല്ല നിങ്ങൾ ഉയർത്തേണ്ടത്, ഞങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ ഉയർത്തേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ട് കേരളത്തില് ഇത് തന്നെയാണ് ചെയ്തത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിന്റെ പിന്നിലുള്ള കളികളും ഇത് തന്നെയാണ്. ഈ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ളവര് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്തിനു വേണ്ടിയാ? അവർക്ക് മതേതരമായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊണ്ട്, വേറൊരു കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് കോരിക്കണം. അത് കൃത്യമായിട്ട് സതീശൻ ചെയ്തുകൊള്ളും എന്നറിഞ്ഞുകൊണ്ടാണ്. കാരണം രമേശ് ചെന്നിത്തലയോ വേണുഗോപാലോ ചെയ്യുന്നതിനേക്കാൾ കൃത്യമായിട്ട് തങ്ങൾക്ക് വേണ്ടി സതീശൻ കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കൊള്ളും. അത് തന്നെയാണല്ലോ വെള്ളാപ്പള്ളി നടേശനെയും അതിൽ സുകുമാരൻ നായരെയും ഒഴിവാക്കിയിട്ട് ഈ ബിഷപ്പുകളുടെ അരമന തിണ്ണനിറങ്ങണമെന്നാണല്ലോ പറയുന്നത്. ബിഷപ്പുമാരുടെ അരമനയുടെ തിണ്ണനിറങ്ങാനായിട്ട് സതീശന് പ്രയാസം ഉണ്ടായില്ല. ബക്രീദിന് പാണക്കാടിന്റെ തെണ്ണ ഇറങ്ങാനായിട്ട് സതീശന് പ്രശ്നം ഉണ്ടായില്ല. മറ്റവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ ഇത് എല്ലായിടത്തും ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഈ ഉത്തർപ്രദേശിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒന്ന്, ഈ മുസ്ലിം നേതാക്കന്മാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചാൽ മാത്രമേ ഇനി എന്തെങ്കിലും ഒരു രക്ഷയുള്ളൂ അവർക്ക് ഈ പറയുന്ന അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ. കാരണം ഹിന്ദു വോട്ടുകൾ ഉള്ളതിനേക്കാളൊക്കെ വളരെയധികം ഏകീകരിച്ച് കഴിഞ്ഞു പലയിടത്തും. രണ്ടാമത് അവർ വേറൊരു കാര്യം മനസ്സിലാക്കാതെ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഈ മുസ്ലിമുകൾ എല്ലാവരും പോയി എസ് പിക്ക് ഒന്നും വോട്ട് ചെയ്യില്ല ഇപ്പോഴത്തെ കാലത്ത്. BJP വോട്ട് ചെയ്യുന്ന മുസ്ലിമുകളുണ്ട് ഈ ഉത്തർപ്രദേശില്. BJP കേരളത്തിലെ മുസ്ലിമുകളെ പോലെ അല്ല ഉത്തർപ്രദേശിലെ മുസ്ലിമുകൾ. കേരളത്തിലെ മുസ്ലിമുകൾക്ക് അന്ധമായിട്ടുള്ള മോദി വിരോധവും BJP വിരോധവും ഉണ്ട്. അതവരുടെ രാഷ്ട്രീയം തന്നെയല്ല. അത് മോദി വരെയാരെയും പിടിച്ച് വിഴുങ്ങിയിട്ടൊന്നും ഉള്ളത് കൊണ്ടൊന്നും അല്ല, അത് രാഷ്ട്രീയമാണ്. ഈ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പറഞ്ഞു കൊടുക്കുന്ന പച്ചക്കള്ളങ്ങൾ അവർ പലരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഉത്തർപ്രദേശിൽ അങ്ങനെയല്ല. അവിടുത്തെ മുസ്ലിമുകൾക്ക് മാനവ മര്യാദയായിട്ട് ജീവിക്കണം എന്നുള്ള മുസ്ലിമുകളെ സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ ഇപ്പോൾ സ്വർഗമാണ്. അവർക്ക് ഒരു കുഴപ്പമില്ല. ഏത് അർദ്ധരാത്രിയിലും അവർക്ക് അവരുടെ പെൺമക്കളെയും കൂട്ടി വഴി കൂടെ നടക്കാം. പണ്ട് മുലായം സിംഗ് യാദവ് SP ഭരിച്ചിരുന്നപ്പോൾ, അഖിലേഷ് യാദവ് ഭരിച്ചിരുന്നപ്പോഴാണെങ്കിലും ഗുണ്ടാരാജായിരുന്നു ഉത്തർപ്രദേശിൽ. അത്തിഖ് അഹമ്മദ്, അതുപോലെ ഇവരുടെ തന്നെ ഒരു MP ഉണ്ടായിരുന്നല്ലോ, എന്താണ് അയാളുടെ പേര്, ആസം ഖാൻ. ഇങ്ങനെയുള്ള പല ഗുണ്ടകളും മുസ്ലിമുകളുടെ ഇടയിൽ തന്നെ ഇവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. ഇവരെല്ലാം മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി സമാജ്വാദി പാർട്ടി ഭരിച്ചിരുന്നപ്പോഴാണെങ്കിലും മായാവതി ഭരിച്ചിരുന്നപ്പോഴാണെങ്കിലും ഇവരെയൊക്കെ കെട്ടഴിച്ചു വിട്ടു. കാരണം ഇവരെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അയ്യോ മതേതരത്വം തകർക്കപ്പെടും. കാരണം ഇവർ മുസ്ലിം പേരല്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം. അതുകൊണ്ട് സാധാരണ മുസ്ലിമുകൾക്ക് സുഖമായിട്ട് ജീവിക്കാം. യോഗിയുടെ ഒരു കളി നടക്കില്ല. അങ്ങേർക്ക് ഈ പറയുന്ന ജനാധിപത്യ പുരോഗമനം എല്ലാം കൊള്ളാം. പക്ഷേ അങ്ങേര് തീർക്കേണ്ട പേര് കൃത്യമായിട്ട് തീർക്കും. ബുൾഡോസർ വരും. ഈ പറയുന്നത് പോലെയുള്ള, എന്താണ് അതിന്റെ പേര്, ഈ എൻകൗണ്ടർ കില്ലിങ്ങിന് എന്താ പറയുന്നത്, ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അത്തീഖ് അഹമ്മദ് എന്തായിരുന്നു സംഭവം എന്ന് ബോധമുള്ളവർക്കൊക്കെ അറിയാം. ഒന്നാം തരം ഗുണ്ടയായിരുന്നു. അയാൾ കോടീശ്വരനായിരുന്നു, അല്ലേ? പക്ഷെ അയാൾ നോക്കി നിന്ന സമയത്ത് ക്യാമറയുടെ മുന്നിൽ വെച്ച ഒരുത്തൻ അയാളെ വെടിവെച്ച് വന്ന്. കാരണം ഇവരെല്ലാം അവിടെ അങ്ങനെ നിർത്താൻ, അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള
കുറെ ഗോത്രങ്ങളും അതും ഇതും പണ്ട് കാലം മുതൽ, കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലം മുതൽ ഇതിനെല്ലാം വളം വെച്ച് കൊടുത്ത് കയ്യിൽ നിന്ന് പോയ സമയത്താണ് BJPയുടെ ഭരണം കിട്ടുന്നത്. ഇപ്പൊ എല്ലാം എവിടെയെങ്കിലും ഉത്തർപ്രദേശിൽ എവിടെയെങ്കിലും ഗ്രാമം ആക്രമിച്ച് അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം പീഡിപ്പിച്ചു, ഗ്രാമം ആക്രമിച്ച് അവിടുത്തെ ഹിന്ദുക്കളെയൊക്കെ കൂട്ടത്തോടെ കൊന്നു കളഞ്ഞു, ഗ്രാമം ആക്രമിച്ചു, കൊള്ളക്കാർ വന്ന് കൊള്ളയടിച്ചോണ്ട് പോയി, ഏതെങ്കിലും വാർത്ത കേൾക്കുന്നുണ്ടോ? പണ്ട് 90കളിലൊക്കെ ഇത് സ്ഥിരമായിരുന്നു. അതായത് അവിടുത്തെ മനസ്സമാധാനമായിട്ട് ജീവിക്കണം എന്നുള്ള, നേരാമണം ജീവിക്കുന്ന മുസ്ലിമുകളുണ്ടല്ലോ, എല്ലാം ഇതുപോലെ ഈ ഭ്രാന്തി പിടിച്ച് നടക്കുന്നവരല്ല. അവരെല്ലാം BJPക്ക് മാത്രമേ വോട്ട് ചെയ്യൂ, കാരണം അവർക്ക് ജീവിക്കണ്ടേ. അതാണ്, അതും ഇവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ മതപരമായിട്ടൊന്ന് ഇളക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. എത്രത്തോളം പോകും? കാരണം ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ ശ്രദ്ധിച്ചായിരുന്നു, ഒവൈസി അടക്കം, ഹുമയൂൺ കബീർ അടക്കം ഏറ്റവും ഒടുവിൽ മമതയ്ക്കെതിരെ തിരിഞ്ഞു. കാരണം അവർ പറഞ്ഞത് ഒരു 7% കണക്കാണ്, സർക്കാർ സർവീസിൽ 7% പോലും മുസ്ലിങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഒടുവിൽ അവരും മമതയെ കൈവിട്ടപ്പോഴാണ് മമതയുടെ ദയനീയമായ ഒരു പതനമുണ്ടായത്. ഇതും ഏതാണ്ടൊക്കെ ഇവിടെ പതനമല്ല, വീണ്ടും അഖിലേഷ് യാദവ് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ ഈ ഒരു സൂചന നൽകുന്നത്. ഇലക്ഷന് മുമ്പ് സമാജ്വാദി പാർട്ടി പിള്ളേരും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഈ യാദവ് വോട്ടുകൾ സ്പ്ലിറ്റ് ആവും, അതോടുകൂടി അഖിലേഷ് യാദവിന്റെ കച്ചവടം കഴിയും. ഇനി മുസ്ലിമുകൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ, മുസ്ലിം വോട്ട് ബാങ്ക് സ്പ്ലിറ്റായി പോകാതെ ഒരുമിച്ച് വോട്ട് ചെയ്യാമെന്ന് കരുതിയാൽ തന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതിനെ മറികടക്കാവുന്ന കാര്യം ഇവിടെയുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബംഗാളിൽ സംഭവിച്ചത് എന്താ? ബംഗാളിൽ ഈ പറയുന്നത് പോലെ മുസ്ലിമുകൾക്ക് മാത്രം വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് മമതാ ബാനർജി തോറ്റത്. ഹിന്ദു ഏകീകരണമുണ്ട്, ബാക്കി കാലാകാലങ്ങളായിട്ട് മമതാ ബാനർജി മാത്രം, 2011 മുതൽ കാലാകാലങ്ങളായിട്ട് മമതാ ബാനർജി മാത്രം ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും ഹിന്ദു സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു മത്സരിച്ചിരുന്നത് മമതാ ബാനർജിക്ക് വേണ്ടി. പക്ഷേ അവര് മുസ്ലിമുകൾ കൃത്യമായിട്ട് മമതാ ബാനർജി വോട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇത്തവണ എന്താ ചെയ്തത്? ഹുമായൂൺ കബീറിന്റെ പാർട്ടി, പിന്നെ ഒരു സെക്യുലർ പാർട്ടി, വേറൊരു താടിക്കാരന്റെ ഒരു പാർട്ടിയുണ്ട്, അതുപോലെ അസദുദ്ദീൻ ഒവൈസി, ഇവരെല്ലാം മാറി മാറി സ്ഥാനാർത്ഥികളെ നിർത്തി മുസ്ലിമുകൾ തീരുമാനിച്ചു ഞങ്ങൾ മുസ്ലിമുകൾക്ക് വോട്ട് ചെയ്യൂ, മമതാ ബാനർജിയുടെ ഹിന്ദു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മമതാ ബാനർജി മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയെടുത്ത് പോലും ബാക്കിയുള്ള മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് അവർ വോട്ട് കൊടുത്തു. അതിങ്ങനെയുള്ള കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ് മമതാ ബാനർജി അവിടെ മുസ്ലിമുകൾക്ക്. അതുകൊണ്ടാണ് സുവേന്ദു അധികാരി അതുകൊണ്ടാണല്ലേ ഇലക്ഷന് ശേഷം പറഞ്ഞത് എനിക്ക് വോട്ട് ചെയ്ത് ഹിന്ദുക്കളാണ്, ഞാൻ അവരെ കാര്യം നോക്കിക്കൊള്ളാം. കാരണം മുസ്ലിമുകൾ ഇതാണ് ചെയ്തത് കൃത്യമായിട്ട്. BJPക്ക് പണ്ടേ അവർ വോട്ട് ചെയ്യില്ല ബംഗാളില്, ബാക്കിയുള്ളിടത്തെല്ലാം കൃത്യമായിട്ട്. ഇപ്പൊ എവിടെയാണ് മുസ്ലിം സ്ഥാനാർത്ഥിയുള്ള അവിടെ മുസ്ലിം, ഇപ്പൊ 2-3 മുസ്ലിം സ്ഥാനാർത്ഥികൾ 2-3 പേർക്കായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ആയിപ്പോയി. അതാണ് സംഭവിച്ചത്. മാത്രമല്ല ഇപ്പുറത്ത് ഹിന്ദു വോട്ടുകൾ അങ്ങ് ഏകീകരിക്കുകയും ചെയ്തു. ഒരു കാര്യം, നമ്മൾ ഈ മതേതരത്വത്തിന്റെ കള്ളത്തരം നമ്മൾ വീണ്ടും വീണ്ടും ഈ പ്രസ്താവനയിൽ നിന്ന് തെളിഞ്ഞു വരിക. ഇവിടെ വന്ദേമാതരം പാടിയാൽ ഏതെങ്കിലും സർക്കാർ ചടങ്ങില് മതേതരത്വം തകർന്നു അല്ലേ? അതുപോലെ നിലവിളക്ക് കൊളുത്തിയാൽ മതേതരത്വം തകർന്നു. സംസ്ഥയടക്കം നിലവിളക്ക് കൊളുത്തരുതെന്ന് MLA-മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫാത്തിമ തഹ്ലിയയ്ക്ക് വാണിംഗും കൊടുത്തു. മതേതര സമസ്ത അങ്ങനെ ചെയ്തു. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയെങ്കിലും ഈ കാവി വേഷം ഇട്ടുകൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പോൾ മതേതരത്വം തകർന്നു. ഏറ്റവും വലിയ ഇതെന്തായിരുന്നു ഇവിടെ പ്രചാരണം? കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ മതേതര മാധ്യമങ്ങൾ എന്താ പ്രചരിപ്പിച്ച? യോഗി ആദിത്യനാഥ് കാവിയിട്ട ഒരു സന്യാസി എങ്ങനെ ഭരണഘടനാ സ്ഥാനമായ ഒരു മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നു, ഇന്ത്യയിലെ മതേതരത്വം അറബിക്കടലിൽ ചാടി ചത്തു എന്ന് ഇവർ വിളിച്ചു പറഞ്ഞ അതേ ആളുകളാണ് ഇപ്പൊ പറയുന്നത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യാന്ന്. അതായത് ഹിന്ദു, അവന്റെ ചിഹ്നം ഹിന്ദു എന്നുള്ള ഐഡന്റിറ്റി വെച്ചിട്ട് ഒരു 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 ഭരണഘടനാ സ്ഥാനത്തിരിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ മതേതരത്വം തകരും. പക്ഷെ മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി വെച്ചിട്ട് ഭരണഘടനാ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇതിനും വലിയ ഇരട്ടത്താപി ഭൂലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, അതാണ് പറഞ്ഞത്. ഹിന്ദു ചെയ്യുമ്പോൾ അത് ഫാഷിസമായി, അത് എന്താണ് മത തീവ്രവാദമായി, സംഘപരിവാർ ഫാഷിസമായി. മുസ്ലിമിന്റെ കാര്യം വരുമ്പോഴോ അതേ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മതേതരമായി. ഇത് തന്നെയാണ് പണ്ട് മുതലേ പറയുന്നത്, മതേതരത്വം തട്ടിപ്പാണെന്ന്. അത് ഇപ്പൊ ഈ പ്രസ്താവനയോട് കൂടി അവരുടെ ഇരട്ടത്താപ്പ് ഒന്നുകൂടി മറന്നേക്ക് പുറത്തു വന്നിരിക്കും. ഈ ഹിന്ദുത്വ കാർഡ് ഇറക്കി കളിച്ച കാലമൊക്കെ മാറിയില്ലേ? കാരണം UP-ല് അത്തരമൊരു ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല, എല്ലാവരും തുല്യരാണെന്നല്ലേ യോഗി ആദിത്യനാഥ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിടുത്തെ ഇനി അങ്ങോട്ടുള്ള പോക്ക് അതെങ്ങനെയാക്കും? കാരണം UP-ല് അഖിലേഷ് യാദവിനെ എത്രമാത്രം തറ പറ്റിച്ചാക്കും യോഗിയുടെ അടുത്ത ജൈത്രയാത്ര?
അല്ല, യോഗിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ ഉത്തർപ്രദേശിൽ ഇപ്പോൾ അവസാനം നടന്നത്. അവിടെ BJPയെ സംബന്ധിച്ച് തിരിച്ചടികളുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്ര നേതൃത്വമായിട്ട് യോഗി ആദിത്യനാഥിന് എതിർപ്പുണ്ടായിരുന്നു. RSSുമായിട്ടും കേന്ദ്ര നേതൃത്വത്തിന് എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് RSS കാര്യമായിട്ട് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊന്നും ഇറങ്ങിയിരുന്നില്ല. താങ്കൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ശ്രീ നരേന്ദ്രമോദി മത്സരിച്ച വാരാണസിയിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പയിന്റെ ചുമതല നോക്കിയിരുന്നത് ഗുജറാത്തിൽ നിന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ കൊണ്ടുവന്ന സുനിൽ ജോഷി ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവരുടെ വിശ്വസ്തനായിട്ടുള്ള ഒരാൾ സുനിൽ ജോഷി ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഗുജറാത്തിൽ നിന്നാണ്. യോഗി ആദിത്യനാഥിനെ പതുക്കെ അങ്ങ് അകറ്റി നിർത്തിയത് അത് ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നു. ആളുകൾ യോഗിക്കൊപ്പമാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJPക്ക് വോട്ട് കുറയാനുള്ള കാരണം യോഗി ആദിത്യനാഥിന്റെ നീരസം അവിടുത്തെ BJPക്കാർ മാത്രമല്ല അവിടുത്തെ ഹിന്ദുക്കളും മനസ്സിലാക്കിയത്. അങ്ങനെ പിന്നെ RSSുമായിട്ടുള്ള ഇടച്ചിൽ, അത് ഈ പ്രശ്നം ഓർമ്മയുണ്ടാവും. നമ്മുടെ BJPയുടെ അന്നത്തെ ദേശീയ പ്രസിഡന്റ് JP നഡ്ഡ പറഞ്ഞത്, ഇനി RSSന്റെ സഹായമൊന്നും നമുക്ക് ആവശ്യമില്ല, ഇപ്പൊ BJP ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ത്രാണിയായെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വലിയ രീതിയിൽ UPയിലെ ഹിന്ദുക്കളുടെ വോട്ടിനെ ബാധിച്ചു. അതുകൊണ്ടാണ് ഈ റായ്ബറേലിയിലും നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ ജയിക്കാനുള്ള കാരണം. അവർക്ക് അവിടെ അപ്പൊ ന്യൂനപക്ഷ കാർഡ്, ദളിത് കാർഡ്, അതുപോലെ യാദവ് കാർഡ്, ഈ പറയുന്ന ഐക്യമുണ്ടല്ലോ, അതെല്ലാം അതുകൊണ്ട് ഭരണഘടന ഈ പരിപാടിയെല്ലാം നടന്നു. പക്ഷെ ഇത് നടന്ന ഉടനെ തന്നെ BJP കാര്യമായി. BJPയെ സംബന്ധിച്ച് ഒരു കാര്യമുള്ളതെന്നാന്ന് വെച്ചാൽ ഒരബദ്ധം അവർക്ക് ഒരിക്കലേ പറ്റൂ. അത് കഴിഞ്ഞ് അവരതിൽ തിരിച്ചറിവുണ്ടാവും. ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ല. അതാണ് BJPക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ബാക്കിയുള്ളവരൊക്കെ എത്ര അടി കിട്ടി കഴിഞ്ഞാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. കാരണം എന്താ, അവർക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്, അവർക്ക് അവരുടെ മക്കളുടെ താല്പര്യമുണ്ട്. അവർ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയാണ്. പിന്നെ അവർക്ക് കാശുണ്ടാക്കണം, അഴിമതി. BJPക്ക് അതൊന്നുമില്ല, ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് പഠിക്കും. അത് കണ്ടു തന്നെ അതിനുശേഷം അവർ ഈ യോഗി ആദിത്യനാഥുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എല്ലാം അവസാനിപ്പിച്ചു. ഇപ്പോൾ പൂർണ്ണമായിട്ടും യോഗി ആദിത്യനാഥിന്റെ കയ്യിൽ തന്നെയാണ് UP. കേന്ദ്ര നേതൃത്വം കാര്യമായിട്ട് ഇടപെടുന്നില്ല. കാരണം അവർക്ക് മനസ്സിലായി പാർട്ടി അവിടെ നിൽക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ ബലത്തിലാണ്. ശ്രീ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 2024 എത്രമാത്രം കുറഞ്ഞെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. വാരാണസിയിൽ 3 ലക്ഷം 4 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, 1.5 ലക്ഷത്തിലേക്ക് താഴ്ന്നു. അത് യോഗിയുടെ ക്ലൗട്ടാണ്. അത് യോഗിയുടെ ക്ലൗട്ടാണ്. അല്ലാതെ രാഹുൽ ഗാന്ധി തലകുത്തി വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയോ? അതൊന്നുമില്ല, യോഗിയുടെ ബലമാണ്. അപ്പൊ അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വമായിട്ട് നല്ല ഒരു അനുരഞ്ജനത്തിന്റെ പാതയിൽ തന്നെയാണ് അവിടെ BJP അല്ല യോഗി ആദിത്യനാഥ്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും അസാമിന്റെ ഒരു റിപ്പീറ്റ് ആയിരിക്കും. അസാമിൽ 2 തവണ ഭരിച്ച് 3ാമത്തെ തവണ ഇപ്പൊ 3-2 ഭൂരിപക്ഷത്തിലാണ് നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ വന്നത്. അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് നിലനിർത്തും. ഉത്തർപ്രദേശ് ആര് ഭരിക്കുന്നു, അവർ ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ള കാര്യം 2029 നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വേറൊരു തമാശ നടന്നുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധിയോട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അഖിലേഷ് യാദവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മുന്നിൽ ഈ യോഗത്തിൽ വെച്ച് തന്നെ പറഞ്ഞു, അങ്ങോട്ടൊന്നും വരണ്ട, ഇത്തവണ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം, ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ എന്ന് രാഹുൽ ഗാന്ധിയുടെ മുഖത്തേക്ക് പറയാനുള്ളൊരു ആദ്യമായിട്ടൊരു ധൈര്യം കാണിച്ചു. അല്ല, ഇത് തന്നെയാണ് അവിടെ തൊഴുത്തുകുത്താണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഈ ഇന്ത്യ മുന്നണിക്കകത്ത് തൊഴുത്തുകുത്താണ്. ഓരോരുത്തർ രാഹുൽ ഗാന്ധിക്ക് 4 വോട്ട് ഇല്ലാത്തടത്ത് പോയിട്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മസിൽ ഫ്ലെക്സിങ് നടത്തും. എൻ്റെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, എൻ്റെ അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്നു, എൻ്റെ മുത്തച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, അതുകൊണ്ട് ഞാനും ഭാവിയിലെ പ്രധാനമന്ത്രിയാണ്, ഞാൻ ചക്രവർത്തിയാണെന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ സമയം. കോൺഗ്രസ് പണ്ട് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ എൻ്റെ ഉപ്പാപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോഴും നടക്കുന്നത്. നോക്കൂ, ജാർഖണ്ഡിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്നാലും JMMനെ അവര് രാജ്യസഭാ സീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, അല്ലെ? അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും അതെ. കോൺഗ്രസിന് വേണ്ടത് അധികാരമാണ്. എന്ത് വൃത്തികേടാണ് കാണിച്ചത് തമിഴ്നാട്ടില് DMK. അതുകൊണ്ടാണ് ജാർഖണ്ഡിൽ തോറ്റുപോയത്. ജാർഖണ്ഡില് AICC ഓഫീസ് സെക്രട്ടറിയാണ് പുള്ളിയാണ് കൊണ്ടുപോയി നിർത്തിയത്. പുള്ളി 8 നില പൊട്ടി, അല്ലേ? തോറ്റു. ഇതാണ് സംഭവിക്കുന്നത് തന്നെ. അവിടുത്തെ ജാർഖണ്ഡില് ശക്തിയുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വന്നിരുന്നവര് JMM അല്ലേ. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഗുണം പിടിക്കാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസുമാണ്. കാരണം അവരെ സംബന്ധിച്ച് കോൺഗ്രസിന് അവരുടെ ഇത് വിട്ടിട്ട് ഒരു കളിയില്ല. കോൺഗ്രസിന് എപ്പോഴും അധികാരമാണ്. ഈ തമിഴ്നാട്ടിൽ അതുപോലെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു MLA പോലും കിട്ടില്ല.
DMKയുടെ വോട്ട് വാങ്ങിയിട്ടാണ് 5 പേര് MLA-മാരായത്. അവര് നേരെ മറുകണ്ഠ. ഇതാണ് കോൺഗ്രസ്. എന്നിട്ട് ധാർമ്മികത BJP-യെ പഠിപ്പിക്കാനായിട്ട് രാഹുൽ ഗാന്ധി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ഈ അഖിലേഷ് യാദവിനോടുള്ള നയമാണ്. അഖിലേഷ് യാദവിന് അറിയാം കോൺഗ്രസിനെ കൂടെ കൂട്ടിയാൽ 10 വോട്ട് കുറയുന്നതല്ലാതെ ഉത്തർപ്രദേശിൽ ഒരു വോട്ട് പോലും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച്. നമുക്ക് കാണാം, വീണ്ടും നമുക്ക് മറ്റു വിഷയങ്ങളുമായി നമ്മൾ പ്രേക്ഷകരുമായി സജീവമായി നമുക്ക് ചർച്ചകളിൽ പങ്കെടുക്കാം. തീർച്ചയായിട്ടും വലിയ ഉപകാരം. താങ്ക് യു.